Hello friends, once again welcome back to our channel or Malayalam baby. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല കേട്ടോ, കണ്ടന്റ് ഞാൻ തന്നെ പറയാം. അതായത് PF നോമിനേഷൻ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം മൊബൈലിൽ ചെയ്യാം, അതാണ് സംഭവം. വേറൊന്നുമല്ല. അപ്പൊ നമ്മൾ ഒരുപാട് പേര് ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് നമ്മളിത് കൂടുതൽ പേരും അക്ഷയ പോയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് സമയം അവിടെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും കൂടാതെ എങ്ങനെ നമ്മുടെ സ്വന്തം മൊബൈലിൽ തന്നെ ഇത് ചെയ്യാം. ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോ മൊബൈലിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡർ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞില്ല. അപ്പൊ നിങ്ങളേതായാലും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനായി നമുക്ക് നമ്മുടെ ഏത് വെബ് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് അതിൽ സെർച്ചിൽ EPFO ഹോം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന പേജിൽ മെമ്പർ ഹോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയി വരുന്ന നമ്മുടെ UAN പാസ്വേഡ് ക്യാപ്ച എന്നൊരു ഇതായിരിക്കും. അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തതിൽ നമുക്ക് ഓപ്പൺ ആയി വരുന്ന ഈ ഒരു പേജ് ആയിരിക്കും. അതിൽ വ്യൂ എന്ന ഓപ്ഷനിൽ നമ്മൾ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാനേജ് എന്ന ഓപ്ഷൻ, അതായത് വ്യൂ കഴിഞ്ഞുള്ള അടുത്ത മാനേജ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഈ നോമിനേഷൻ എടുക്കുക. അപ്പൊ ആദ്യമേ വരുന്ന ഈ ഒരു ചോദ്യമായിരിക്കും, ഹാവിംഗ് ഫാമിലി എന്നൊരു ചോദ്യമായിരിക്കും ആദ്യം വരുന്നത്. അതിൽ നമ്മൾ യെസ് കൊടുത്ത ശേഷം വീണ്ടും ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ നോമിനി ഡീറ്റെയിൽസ്, അത് ആധാർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ആളുടെ അഡ്രസ്സ് വേണം, ആളുടെ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് അതും ആഡ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ആളുടെ ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യം വെച്ചാൽ എല്ലാ ഫോട്ടോയും 100 KB താഴെ ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ആ കാണുന്ന ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ സേവ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഈ വരുന്ന പേജിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നോമിനിക്ക് എത്ര ശതമാനമാണ് ഷെയർ വയ്ക്കുന്നത്. അതായത് ഒരാൾക്കാണെങ്കിൽ 100% വയ്ക്കുക, രണ്ടുപേരാണ് 50-50 വയ്ക്കുക. സേവ് ചെയ്യുക. ദെൻ താഴെ കാണുന്ന ഇതിൽ നമ്മുടെ മെയിലിൽ കൊടുത്ത നോമിനിയുടെ സെയിം ഡീറ്റെയിൽസ് തന്നെ വീണ്ടും കൊടുത്തിട്ട് സേവ് ചെയ്യാം. ശേഷം വരുന്ന ഈ ഒരു പേജാണ്. ഇതിൽ നമ്മൾ ഈ സൈൻ ക്ലിക്ക് ചെയ്യുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ വരുന്ന ഈ ഒരു പേജാണ്. ഇതിൽ നമ്മുടെ വിർച്വൽ ഐഡി കൊടുക്കാനാണ്. അപ്പൊ നമുക്ക് അറിയില്ല തന്നെ ഗെറ്റ് വിർച്വൽ ഐഡി എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആധാറിന്റെ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ആ ഒരു പേജിൽ വിർച്വൽ ID ജനറേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ നെറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റീലോഡ് കൊടുത്തിട്ടുണ്ട്. റീലോഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഓപ്പൺ ആയി വരുന്ന ഒരു ലോഗിൻ പേജാണ്. അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത ശേഷം VID ജനറേറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും വരുന്ന പേജിൽ നമ്മൾ ജനറേറ്റ് VID എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ ആധാർ നമ്പർ നമ്മുടെ ക്യാപ്ചയും കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക. ദെൻ ഒരു ഓപ്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് വീണ്ടും അതിൽ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് അതിന്റെ വിർച്വൽ ID വരെ നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ആധാർ ഏത് മൊബൈലിലാണ് ലിങ്ക് ചെയ്ത് ആ ഒരു മൊബൈലിലേക്ക് വരുന്നതാണ്. ശേഷം നമ്മൾ വെരിഫൈ എന്ന ഓപ്ഷൻ കൊടുക്കുക. വെരിഫൈ കൊടുത്ത ശേഷം 2-3 ഓപ്ഷൻ കൂടെ പോപ്പ് ആയി വരും. അതിലെല്ലാം നമ്മൾ യെസ് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് സേവ് ആയിക്കോളും. ഇത് സേവ് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ വീണ്ടും ലോഗ് ഔട്ട് ചെയ്ത ശേഷം നമ്മൾ UAN IDയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോമിനേഷൻ എടുക്കുമ്പോൾ നോമിനേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും.